തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് CPM-ൽ നിന്നടക്കം വിമർശനം ഉയർന്നുവെങ്കിലും മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എം സ്വീകരിക്കുന്നത്. പരാജയത്തിൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് തെറ്റാണെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിലയിരുത്തി. CPM-ന് രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ വിലയിരുത്തൽ. എന്തായാലും കൗതുകം നിറഞ്ഞ രാഷ്ട്രീയ വിലയിരുത്തലുകളാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തൊട്ടാകെ CPM-ന്റെ വിവിധ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ശൈലി ഇതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് ശരിയല്ല എന്ന നിലപാടുമായി കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, രാജ്യസഭാ സീറ്റ് CPM-ന്റെ രാജ്യസഭാ സീറ്റ് ഇത്തവണ കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുക, അതായത് മുൻകാലങ്ങളിലൊന്നും അങ്ങനെ സമീപകാല രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു വിട്ടുവീഴ്ച CPM നൽകുന്നു. ജോസ് കെ മാണിക്ക് ആ സീറ്റ് നൽകുന്നു. ഫലത്തിൽ അതിനൊരു ഉപകാര സ്മരണ എന്ന നിലയിൽ തന്നെയാണ് ഫലത്തിൽ CPM നേതാക്കളിൽ നിന്ന് തന്നെ വിമർശനം ഉന്നയിക്കും. ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് ശരിയല്ല എന്ന നിലപാടുമായി ജോസ് കെ മാണി രംഗത്ത് വരുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത്. എന്തായാലും ഈ യോഗത്തിൽ തന്നെയാണ് രാജ്യസഭാ സീറ്റ് നേടിയ ജോസ് കെ മാണിയെ അഭിനന്ദിക്കുന്ന പരിപാടികളും മറ്റും ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഫലത്തിൽ CPI അടക്കം പല മുൻഗണനാ ക്രമങ്ങളും സർക്കാരിന് വേണമെന്ന അഭിപ്രായം നേരത്തെ പങ്കുവച്ചിരുന്നു. അതേ അഭിപ്രായം കേരള കോൺഗ്രസ് എമ്മും വെക്കുന്നുണ്ട്. പക്ഷേ CPI വിമർശിച്ചതുപോലെ അല്ലെങ്കിൽ CPM-ലെ പല നേതാക്കളും വിമർശിച്ചതുപോലെ മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ട എന്ന നിലപാടിലേക്കാണ് കേരള കോൺഗ്രസ് എം എത്തിയിരിക്കുന്നത് എന്നതാണ് ഇതിൽ കൗതുകം നിറഞ്ഞ ഒരു രാഷ്ട്രീയം. ഇടവേള.